കുറച്ച് വെജിറ്റബിൾ ബ്രോത്ത് ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്ത് വെച്ചാലോ? അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നല്ലൊരു കുഴിയുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, 2 വഴണയില ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. സവാള, സെലറി, മഷ്റൂംസ്, 1 പിടി നിറയെ പാഴ്സലി, ചീര, ക്യാരറ്റ്, പിന്നെ തക്കാളി. ഇത്രയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി പോലെയുള്ള വെജിറ്റബിൾസ് നമ്മുടെ ബ്രോത്തിന് അത്ര നല്ലതല്ല. അതിൻ്റെ രുചി ഇതായിട്ട് ചേർന്ന് പോവില്ല. അപ്പോൾ അത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതെല്ലാം നമുക്ക് ചെറു തീയിലിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ലിറ്റർ വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈമാണ്. ഏകദേശം 1/4 ടീസ്പൂൺ തൈമും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം മീഡിയത്തിലാക്കി പാത്രം അടച്ചു വെച്ച് ഏകദേശം 30 മിനിറ്റ് നമുക്കിത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ബ്രോത്ത് അരിച്ചെടുക്കാവുന്നതാണ്. ഇതിൻ്റെ സത്തെല്ലാം കിട്ടാവുന്ന രീതിയിൽ നല്ലതുപോലെ അമർത്തി ഇതിലെ വെള്ളമെല്ലാം നമ്മൾ ഊറ്റിയെടുക്കണം. പിന്നീട് ചൂടാറി കഴിയുമ്പോൾ ഒരു കുപ്പിയിലാക്കി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഏകദേശം 1 ആഴ്ചയോളം സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്. ഈ ബ്രോത്ത് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാത്തരം സൂപ്പിലും, പംകിൻ സൂപ്പോ മഷ്റൂം സൂപ്പോ അതുപോലെ സ്വീറ്റ് കോൺ വെജിറ്റബിൾ സൂപ്പോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ബ്രോത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു കുപ്പിയിലാണ് എൻ്റെ ബ്രോത്ത് സൂക്ഷിച്ചു വയ്ക്കുന്നത്. ഇനി ഈ ബ്രോത്ത് വെച്ചിട്ട് ഒരു പംകിൻ സൂപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരെ ബൈ ഫ്രം ലൈഫ് ബിയോണ്ട് നമ്പേഴ്സ്.